സാധാരണ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നാൽ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി എന്താ? പുറത്തു പറ, അപ്പോൾ പറയാമെന്ന. എന്തേ പറയാത്തത്? എന്തേ വഴുതി മാറുന്നത്? അത് പ്രതിപക്ഷ നേതാവിനല്ലേ വഴി മാറിയേ, പറയാനെങ്കിലോ? എന്തേ അദ്ദേഹം പറയാതിരുന്നത്? പുറത്തു പറയേ, അപ്പോൾ ഞാൻ പറയാം മറുപടി എന്ന് പറയണ്ടേ? എന്തേ പറയാൻ പറ്റാത്തത്? അത് ഞാൻ കണ്ടു, ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ എനിക്ക് വിചിത്രമായി തോന്നിയിട്ടുള്ളത്, ഈ അസംബ്ലിയിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ ഏത് മെമ്പർക്കും അവകാശമുണ്ട്. അതിന് പൂർണ്ണമായ രീതിയിലുള്ള സംരക്ഷണമുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നാൽ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി എന്താ? പുറത്തു പറ, അപ്പോൾ പറയാമെന്ന. എന്തേ പറയാത്തത്? എന്തേ വഴുതി മാറുന്നത്? അത് പ്രതിപക്ഷ നേതാവിനല്ലേ വഴി മാറിയേ, പറയാനെങ്കിലോ? എന്തേ അദ്ദേഹം പറയാതിരുന്നത്? പുറത്തു പറയേ, അപ്പോൾ ഞാൻ പറയാം മറുപടി എന്ന് പറയണ്ടേ? എന്തേ പറയാൻ പറ്റാത്തത്? അൻവറല്ല പറയുന്നത്, അൻവറല്ല പറയേണ്ടത് ബന്ധപ്പെട്ട വിധേയനായിട്ടുള്ള ആളാണ്, അയാളല്ലേ പറയേണ്ടത്. അതേ അതല്ലേ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞതെങ്കിൽ, എന്നെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഞാൻ പറയുമല്ലോ, നിങ്ങൾ പുറത്ത് പറ, അപ്പോൾ പറയാമെന്ന്. എന്തേ പറയാത്തത്? അത് പറയില്ല. അതെങ്ങനെ പറയുന്നത്? അതെങ്ങനെയാണ് പറയാവുന്നത്? അതല്ലേ വളരെ പ്രധാനപ്പെട്ട കാര്യം. അന്വേഷിക്കേണ്ട കാര്യം അന്വേഷിച്ചോട്ടെ, അത് നമുക്ക് അതിൽ വേറെ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞാൽ, ഒരാളെപ്പറ്റി 150 കോടി രൂപയുടെ അഴിമതി കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട് ആന്ധ്രയിലെയും കർണാടകത്തിലെയും ലോബികൾ ചേർന്നുകൊണ്ട് ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് വാങ്ങിയിരിക്കുന്നു എന്നൊരു ആരോപണമാണല്ലോ അവിടെ ഉന്നയിച്ചത്. നിങ്ങളെല്ലാം പത്രത്തിലെല്ലാം വാർത്ത കൊടുത്തതാണല്ലോ. ആ വാർത്തക്ക് വിധേയമാവുന്ന വ്യക്തി സ്വാഭാവികമായിട്ട് സാധാരണ പറയുന്നത്, ഇത് നിങ്ങൾക്ക് പരിരക്ഷയുണ്ട്, ഇവിടെ എഴുതി കൊടുത്തുകൊണ്ട് തന്നെയാണെങ്കിൽ പോലും പരിരക്ഷയുണ്ട്, എന്നാൽ നിങ്ങൾ പുറത്തു പറ എന്നല്ലേ സാധാരണ. ഇന്നേ വരെ ഏത് അഴിമതി വന്നാലും പുറത്തു പറയാന്നല്ലേ പറയാം. എന്തേ പറയാത്തത്? അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കണം. ആരോപണം ഗൗരവമില്ലാണ്ടിരിക്കും. പിന്നെ 150 കോടിൻ്റെ ആരോപണമല്ലേ. ഞാൻ എന്തിനാണ് ആവർത്തിക്കുന്നത്? ഇവിടെ വന്ന കാര്യം, നിങ്ങൾ പത്രത്തിൽ വാർത്ത കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിനെപ്പറ്റി ചോദിക്കുന്നത് ഇങ്ങനെയാണ്, അതിന് വിധേയപ്പെട്ട ഒരാൾ, അദ്ദേഹം എന്തുകൊണ്ടാണ് അതിനെ നിഷേധിക്കുകയോ അതിനെതിരായിട്ടുള്ള കാര്യം എന്ന രീതിയിൽ നിങ്ങളിത് പുറത്തെന്തുകൊണ്ട് പറയുന്നില്ല എന്ന കാര്യം ഉന്നയിക്കുകയോ ചെയ്യാതിരിക്കുന്നത്? അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. അപ്പോഴാ മനസ്സിലാക്കുക കാര്യം. അല്ല, ഞാൻ എന്തിനാണ് ഇത് എൻഡോഴ്സ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ആരോപണം നിയമസഭയിൽ വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ വന്ന ആരോപണം ഇവിടെ രാജ്യത്തിൻ്റെ മുമ്പിലുണ്ടല്ലോ ഇപ്പോൾ, ഇല്ലേ? ആ രാജ്യത്തിൻ്റെ മുമ്പിലുള്ള ആരോപണം കൃത്യമായ രീതിയിൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ എന്നേ വെക്കേണ്ട കാര്യമുള്ളൂ. നമ്മളിപ്പോൾ അതിൻ്റെ മേലെ എൻഡോഴ്സ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യേണ്ട കാര്യം നമ്മളെ മുമ്പിലില്ല. ഞാൻ പറഞ്ഞാൽ ഗൗരവം മാറുന്നു. അതല്ലേ ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞത്. ഞാൻ ഈ വാർത്ത നിങ്ങൾ അച്ചടിച്ചും അതുപോലെ തന്നെ ഈ പ്രക്ഷേപം ചെയ്തിട്ടുള്ളതുമായ വാർത്ത ഞാൻ കണ്ടിരിക്കുന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നാൽ നിയമസഭക്കകത്ത് പരിരക്ഷയുണ്ട്, എന്തേ പുറത്ത് പറയാൻ വെല്ലുവിളിക്കാതെ. അതാ ഒരു കാര്യം. അല്ല, ഞങ്ങൾ പുറത്ത് പറയാൻ അത് നോക്കട്ടെ. അത് ഇനിയും ഇനിയും തീർന്നിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചതല്ലേ ഉള്ളൂ. ഇനി അതിൻ്റെ വിശദാംശങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ വർത്തമാനം പറയേണ്ട എന്താ കാര്യം, ചർച്ച ചെയ്യുന്ന എന്താ കാര്യം? വരട്ടെ, കാത്തിരിക്കുക, അതിനൊന്നും ധൃതിപ്പെടണ്ട. അല്ല, പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ സംഭവത്തെ കൃത്യമായിട്ട് സാധാരണ രീതിയിൽ എന്താ ചെയ്യുക? ആദ്യം അത് നിഷേധിക്കുക. അതിന് നിഷേധിക്കുന്നേ ഇല്ല. നിഷേധിക്കാനാവുന്നില്ല എന്നാണോ അല്ല നിഷേധിക്കുന്നില്ല എന്നാണോ എന്താണ് ഒക്കെ അവർ പറയേണ്ടതാണ്. ഞാനതിലൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആരെ? സിറ്റിംഗ് ഞങ്ങൾ ആരൊക്കെ മത്സരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പാർട്ടി ആരൊക്കെയാണ് മത്സരിപ്പിക്കുന്നത് എന്ന് നിങ്ങളോട് പറയുകയും ചെയ്യാം.
ഒരാഴ്ച കഴിയുമ്പോഴേക്ക് റെഡിയാവും. ആ ഉടനെ തന്നെ പ്രഖ്യാപിക്കും. 11-12 നിന്ന് കമ്മിറ്റി അത് ഇതിൻ്റെ തന്നെ ചർച്ചയുടെ ഭാഗമാവും. നല്ല മതിപ്പാണ് ആരിഫിനെ പറ്റിയല്ലേ. ആരിഫിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നല്ല മതിപ്പുള്ള MP ആയിരുന്നു അദ്ദേഹം. അത് പാർലമെൻറ്റിൽ അകത്തും അതെ പുറത്തും അതെ നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു MP ആണ് ആരിഫ്. അതിൽ ഞങ്ങൾക്കാർക്കും സംശയമൊന്നുമില്ല. ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ അവസാനിപ്പിക്കാനാണ്.